വാർത്തകളിലേക്ക്. പ്രതിപക്ഷങ്ങളെ അടിച്ചമർത്തി വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പിയും നരേന്ദ്രമോദിയും നടത്തുന്നതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻമന്ത്രി KC ജോസഫ്. ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് അപകടമാണെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും KC ജോസഫ് അഭിപ്രായപ്പെട്ടു. ബി.ജെ.പി ഭരണം ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഭീഷണിയാണെന്നും KC ജോസഫ് അഭിപ്രായപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 8:30 കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ മാവേലിക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പൗരാവകാശങ്ങളുണ്ടാകുമെങ്കിൽ മതേതര മൂല്യങ്ങളുണ്ടാകുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും ബി.ജെ.പിയും പരാജയപ്പെടണമെന്നത് ഈ രാജ്യം തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ്. ബി.ജെ.പി ഇന്ന് എല്ലാ മാർഗവും മുമ്പോട്ട് പോവുകയാണ്. പ്രതിപക്ഷങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഡൽഹിയിലെ മുഖ്യമന്ത്രി അടക്കം നിരവധി പ്രതിപക്ഷ നേതാക്കന്മാരെ കൽത്തുണിക്കലടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വായി മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു. അന്വേഷണം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ വേടിയാൻ ശ്രമിക്കുന്നു. പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട് പോലും ആരോപിച്ചിരിക്കുന്നു. പ്രതിപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഏകാധിപത്യ ശൈലിയാണ് ലോകം സ്വീകരിക്കുന്നത്. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അധികാരത്തിലേക്ക് മറിയുമെന്നാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റിയെടുക്കും. എന്തിനു വേണ്ടി ഭരണഘടന മാറ്റിയതെന്ന് മതേതര മൂല്യങ്ങൾ കടക്കാൻ വേണ്ടി. നമ്മുടെ ഭരണഘടന മഹത്തരമായ ഭരണഘടനയാണ്. എല്ലാ ജാതിക്കും എല്ലാ മതത്തിനും എല്ലാ പൗരന്മാർക്കും തുല്യമായ അവസരങ്ങളും അവകാശങ്ങളും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വിജയലാലി, സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ ബി.ജെ.പി ഭരണം ഇല്ലാതാകണമെന്ന് H. സലാം MLA. ആലപ്പുഴയിൽ ബഫി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്നും H. സലാം MLA പറഞ്ഞു. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇടതുപക്ഷ നിലയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മുന്നണിക്കോ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പല്ല. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഈ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷമായ മൂല്യമാണ്. ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും കാതലായി നിലകൊള്ളുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അത്തരമൊരു പ്രാധാന്യമുള്ള ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതനിരപേക്ഷമായ സ്വഭാവങ്ങളും എല്ലാം പരിപൂർണമായി ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന ആശങ്ക കൂടി പരന്നു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് മറ്റേതൊരു താല്പര്യങ്ങളെക്കാൾ അപ്പുറമായി നമ്മുടെ ഇന്ത്യയായി തന്നെ നിലനിൽക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വമാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അങ്ങനെ നിലനിർത്താൻ ഇതാകെ തകർക്കാൻ മുന്നിൽ നിൽക്കുന്ന ബി.ജെ.പി ഭരണകൂടത്തിന്റെയും ആ ഭരണകൂടത്തിൽ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന RSSന്റെയും ആശയപരമായ നിലപാടുകളെ പരിപൂർണമായി തോൽപ്പിക്കാൻ ഗ്യാരണ്ടിയുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന കാര്യം വളരെ പ്രധാനമാണ്. സമ്മേളനത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PM പ്രമോദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം C. ജയരാജ്, ജില്ലാ പ്രസിഡന്റ് VK രമേശൻ, ഏരിയ സെക്രട്ടറി TJ ഷീബ എന്നിവർ സംസാരിച്ചു. പൊതുമേഖലാ ബാങ്കുകളുടെ സംരക്ഷണത്തിനും സഹകരണ മേഖലയുടെ നിലനിൽപ്പിനും LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ വിജയം ഉറപ്പാക്കണമെന്ന് ബഫി കുടുംബസംഗമം ആഹ്വാനം ചെയ്തു. അഴിമതിരഹിതമായി രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ബി.ജെ.പി എന്ന പാർട്ടി തകഴി മണ്ഡലം ജനറൽ സെക്രട്ടറി ND നാരായണദാസ്. അതുകൊണ്ടാണ് അഴിമതി വിരുദ്ധരായ കോൺഗ്രസുകാർ ബി.ജെ.പിയിലേക്ക് എത്തുന്നതെന്നും നാരായണദാസ് അഭിപ്രായപ്പെട്ടു. ജനപ്രിയ സംസ്കാരത്തിന്റെ ജനനായകൻ പൂർവ്വം അവതരിപ്പിച്ചിരിക്കുന്ന കർമ്മധീരനായ ജനനായകൻ ശ്രീ ബൈജു കലാശാലയ്ക്ക് തന്റെ കുറവുകൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും നാരായണദാസ് പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ കുട്ടനാട് മണ്ഡലം പര്യടനത്തിന്റെ ഭാഗമായി രാമഗിരിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ലോകത്തെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ലോക നേതാക്കന്മാരും ഞാനും നിങ്ങളും അടക്കമുള്ള സാധാരണക്കാർക്കും നമ്മളുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകും. എനിക്കൊരു കുറവുണ്ട്, അതെനിക്കറിയാം. എന്റെ കുറവെന്താണ്?
അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകൾ അറിയാം. പക്ഷേ ഈ കുറവുകൾ അറിയാത്ത ഏക ഒരു നേതാവാണ് ശ്രീ രാഹുൽജി എന്നാണ് കോൺഗ്രസിനകത്തെ ആളുകൾ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറവ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹം ഈ അവസരം, ഈ സ്ഥാനം വിട്ടൊഴിഞ്ഞു കൊടുക്കാൻ, മാറി നിൽക്കാൻ അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല. അപ്പൊ മാറി നിൽക്കട എന്ന് പറഞ്ഞുകൊണ്ട്, മാറി നിൽക്കട മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തനായ നീലകണ്ഠൻ മുണ്ടക്കൽ ശേഖരനെ മാറ്റി നിർത്തിയതുപോലെ ഒരു നീലകണ്ഠന കോൺഗ്രസ് പാർട്ടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് ആ കോൺഗ്രസ് പാർട്ടിയിലെ ദേശസ്നേഹികൾ, അഴിമതി വിരുദ്ധമായി ചിന്തിക്കുന്ന, അഴിമതിക്കെതിരെ ചിന്തിക്കുന്ന കോൺഗ്രസിന്റെ വലിയ പ്രവർത്തകരൊക്കെ തന്നെ കൂട്ടത്തോടെ ഈ BJP-യിലേക്ക് വരികയാണ്. BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജി മഠത്തിലിന്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ, നേതാക്കളായ സുഭാഷ് പറമ്പിശ്ശേരി, D പ്രസന്നകുമാർ, മാത്യു ജോസഫ് തെക്കേപ്പറമ്പിൽ, സ്ഥാനാർത്ഥി ബൈജു കലാശാല എന്നിവർ സംസാരിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി K ബിമൽജിയുടെ കുട്ടനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അംഗം NK ബിജു ഉദ്ഘാടനം ചെയ്തു. BJPക്ക് കിട്ടിയത്, അപ്പൊ സ്വാഭാവികമാണ് ഇങ്ങനെ സംഭവിക്കുക. അതുകൊണ്ടാണ് BJP ഭരിച്ച ഈ 10 വർഷം വ്യവസായികൾക്ക് ഇത്രയും വലിയ നേട്ടമുണ്ടാകുകയും ഇന്ത്യയിലെ സാധാരണക്കാരന്റെ മക്കൾ 1000 പേര് ഒരു ദിവസം ജനിക്കുകയാണെങ്കിൽ അതിലെ 193 പേരും പോഷകാഹാര കുറവ് കൊണ്ട് മരിക്കുന്ന ഒരു പട്ടിണി രാജ്യമായി ഇന്ത്യ മാറിയത്. SUCI കുട്ടനാട് നിയോജക മണ്ഡലം ജോയിന്റ് കൺവീനർ ബിജു സേവ്യർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ PR സതീശൻ, PK ശശി, നന്ദനൻ വലിയപറമ്പ്, C ബാബു, സാബു PP, PK സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകര, കൈനടി, ഈര, നീലംപേരൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി കൃഷ്ണപുരത്ത് ജാഥ സമാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ ബഹുജന പ്രക്ഷോഭവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ആം ആദ്മി പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. ഏപ്രിൽ 12 വെള്ളിയാഴ്ച നടത്തുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് നോ വോട്ട് ടു BJP എന്ന ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും നടക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഭീഷണി ഉയർത്തി മോദി സർക്കാർ നടത്തുന്ന പ്രതിപക്ഷ വേട്ടയാടലിന്റെ ഭാഗമായാണ് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ബഹുജന പ്രക്ഷോഭവും പൊതുസമ്മേളനവും നോ വോട്ട് ടു BJP ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 ആലപ്പുഴ ജോസ് ആലൂക്കാസ് ഗ്രൗണ്ടിലാണ് പരിപാടി. ആം ആദ്മി പാർട്ടി രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന BJPക്ക് വോട്ടില്ല എന്ന പ്രചാരണ പരിപാടിയുടെ കേരളത്തിലെ ഉദ്ഘാടനം നാളെ 4 മണിക്ക് ആലപ്പുഴ ജോസ് ആലൂക്കാസിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ ജനാധിപത്യത്തിന്റെ അമ്മയാണ് എന്നാണ് പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിലെ ഇന്നത്തെ ജനാധിപത്യത്തിന്റെ അവസ്ഥ ഏറ്റവും പരിതാപകരമായ നിലയിലാണ്. ഒരു 80% ഏകാധിപത്യം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ഏകദേശം ഒരു 2024 പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ടിനോട് അനുബന്ധിച്ചാണ് ഇനി ഇന്ത്യയുടെ ഭാവി നിലനിൽക്കുന്നത്. ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാകുന്നതിന് മുമ്പ് അതിനെതിരെ ശബ്ദിക്കണം, അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആം ആദ്മി പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഫോർ ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി നവീൻ ജി നാദമണി, ജില്ലാ പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി, സെക്രട്ടറി ഷിനു ജോർജ് കരൂർ, മറ്റ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാലവർഷം ശക്തമായാൽ കുട്ടനാട്ടിൽ സംഭവിക്കാനിടയുള്ള വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ അധികൃതർ ഊർജിത നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. ആറുകളിലെയും തോടുകളിലെയും മാലിന്യം നീക്കാനും ചെളിവാരി ആഴം കൂട്ടുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2018 മഹാപ്രളയത്തിന് ശേഷം ഇനി ഇങ്ങനെയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികാരികൾ ആവർത്തിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. എന്നാൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ജേക്കബ് എബ്രഹാം വ്യക്തമാക്കി. മങ്കൊമ്പിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഈ വർഷത്തെ കാലാവസ്ഥ പ്രവചനം പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ തോതിലുള്ള കാലവർഷമായിരിക്കും മഴ ലഭിക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജൂൺ, ജൂലൈ മാസങ്ങളിൽ, സെപ്റ്റംബർ മാസങ്ങളിലാണ്. അപ്പോൾ നമ്മളൊരു വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 2018 മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമുക്ക് അധികമായി ഉണ്ടാകുന്ന പ്രളയജലത്തെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ നമ്മുടെ ആറുകളും തോടുകളും വേമ്പനാട്ട് കായലിൻ്റെയും ആഴവും വീതിയും വർദ്ധിപ്പിച്ചുകൊണ്ട് മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് വെള്ളത്തെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള സംഭരണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. വർഷം 4-5 കഴിഞ്ഞില്ലേ, എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എവിടെയോ പേരിന് വേണ്ടി പഞ്ചായത്തുകളെ കൊണ്ട് അവിടെയും ഇവിടെയും ചില തോടുകളും ചില ആറിട്ടും അവിടെയും ഇവിടെയും കുറേ JCB ഇട്ട് കട്ട വാരിയായി. ഇത് നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ള രീതിയിൽ പ്രളയജലത്തെ അതിജീവിക്കുവാൻ, വെള്ളപ്പൊക്കത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഏതെങ്കിലും ആറ്റിലോ തോടുകളിലോ വ്യാപകമായ രീതിയിൽ പ്രയോജനകരമായ രീതിയിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. നമ്മുടെ MLAക്ക് എന്ത് ചെയ്യും? MLA കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് ഇവിടെ ഇലക്ഷൻ നേരിട്ട് പറഞ്ഞത് ഇനി ഒരു വെള്ളപ്പൊക്കത്തിൽ ഞാൻ സമ്മതിക്കത്തില്ലെന്നല്ലേ പറഞ്ഞത്. ആറുകളിലെയും തോടുകളിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നും ജേക്കബ് എബ്രഹാം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ കുട്ടനാട് MLA തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാലവർഷം ശക്തിപ്പെടാൻ 1-2 മാസം ബാക്കിയുള്ള ഈ സമയത്ത് ബന്ധപ്പെട്ടവർ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ ഊർജിതമായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകണമെന്നും അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ആവശ്യപ്പെട്ടു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം അസംഘടിത തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ യോഗം ചേർന്നു. AUWC താലൂക്ക് പ്രസിഡന്റ് MK മനുകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിവിധ യൂണിയനുകളുടെ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകരുടെ PRSന്റെ 2023-24 വർഷത്തെ തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ സമരത്തിനൊരുങ്ങുന്നു. ആലപ്പുഴ SBA റീജിയണൽ ഓഫീസിന് മുന്നിൽ വെള്ളിയാഴ്ച രാവിലെ 9:30 പ്രതിഷേധ സമരം ആരംഭിക്കുമെന്ന് സമിതി നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ നെൽകർഷകർ കടന്നുപോയത്. നെൽകർഷക സംരക്ഷണ സമിതി പ്രതിനിധാനം ചെയ്യുന്നത് വിശാല കുട്ടനാട്ടിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ നെൽകർഷക സമൂഹത്തെയാണ്. കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന MSPയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ നെല്ലിന്റെ ഉൽപാദന ചെലവ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഏകദേശം ഇരട്ടിയിലധികം വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരണം തുടങ്ങിയ കാലത്ത്, അതായത് 2005-6 കാലഘട്ടത്തിൽ കേന്ദ്രം തരുന്ന MSP കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് ഉൽപാദന ചെലവിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് കൂടി തരുന്നുണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഉൽപാദന ചെലവ് കൂടാതെ കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, അതിൽ അരി എന്ന് പറയുന്നത് പച്ചരിയും ചാക്കരിയുമായിരുന്നു. അതിന്റെ ഗുണനിലവാരം നമ്മുടെ പ്രാദേശിക വിപണിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പുന്നെല്ലിന്റെ അത്രയും വരില്ല. ഇവിടുത്തെ കർഷകർ, നെൽകർഷകർ പാടത്തിറങ്ങി നിന്നുകൊണ്ട് കഷ്ടപ്പെട്ടാണ് നെല്ല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വരുന്നത്. കർഷകരുടെ PRSന്റെ 2023-24 വർഷത്തെ തുക ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചും കർഷകരെ വഞ്ചിക്കുന്ന SBI സപ്ലൈകോ നടപടികൾക്ക് എതിരെയുമാണ് സമരം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ നെൽകർഷകർ സമരപരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ സമരം NKSS രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കളായ ജോസ് കാവനാട്, സോണിച്ചൻ പുളിങ്ങുന്ന്, PR സതീശൻ, രാധാകൃഷ്ണപിള്ള, ലാലിച്ചൻ പള്ളിവാതുക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാവേലിക്കര മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ ബിഷപ്പ് മൂർ കോളേജിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ അലക്സ് വർഗീസ് പരിശോധന നടത്തി. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ, ഉദ്യോഗസ്ഥർക്ക് ഒരുക്കേണ്ട സൗകര്യങ്ങൾ തുടങ്ങിയവ ഇരുവരും വിലയിരുത്തി. 21 സ്ട്രോങ് റൂമുകളും 7 വോട്ടെണ്ണൽ ഹാളുമാണ് ഇവിടെയുള്ളത്. കോളേജും പരിസരവും ക്യാമറ നിരീക്ഷണത്തിലാണ്. ADM വിനോദ് രാജ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, സീനിയർ സൂപ്രണ്ട് S അൻവർ, തഹസിൽദാർ C ഷിബു, ഡെപ്യൂട്ടി കമാൻഡന്റ് V സുരേഷ് ബാബു എന്നിവരും പരിശോധനയ്ക്കായി എത്തിയിരുന്നു. എടത്വ വികസന സമിതിയുടെ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം പൊതുയോഗം ചേർന്നു. എടത്വ സെന്റ് ജോർജ് ടൂറിസ്റ്റ് ഹോമിൽ പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് കട്ടപ്പുറത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം.
കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം സീനിയർ രക്ഷാധികാരി ജോജി കരിക്കമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. എടത്വായിലെ ഒരു ദിവസം എന്നെ വിളിച്ചു പറയുന്നു, സാർ ഇവിടം വരെ ഒന്നും വരാമോ? ഞാൻ മാഡം വെയിറ്റിംഗ് ഷെഡിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തിരുവല്ലയിലെ ചീഫ് എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞ. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കായിട്ട് വരത്തില്ല, എനിക്ക് എൻ്റെ കൂടെ വികസന സമിതിയുടെ ഉന്നതരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. രക്ഷാധികാരി അഡ്വക്കേറ്റ് പി കെ സദാനന്ദൻ മുഖ്യ സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ഖജാൻജി ഗോപകുമാർ തട്ടങ്ങാട്ട് എന്നിവർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ യോഗം അംഗീകരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എടത്വ വികസന സമിതി പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് കട്ടപ്പുറത്തെ, സീനിയർ വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് കളപ്പുര പൊന്നാടയണിയിച്ച് ആദരിച്ചു. പി ജെ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ഐസക് രാജു, പി ഡി രമേശ് കുമാർ, ശശിധരൻ കെ ജി, ഐസക് എഡ്വേർഡ്, വർഗീസ് പുഞ്ചായി ചിറയിൽ, എ ജെ കുഞ്ഞുമോൻ, ജോജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്വ മൃഗാശുപത്രിക്ക് അടിയന്തരമായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വികസന സമിതിയുടെ 44-ാം വാർഷിക സമ്മേളനം മെയ് 26-ന് വൈകിട്ട് 4-ന് നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പുളിങ്ങുന്ന് കോയിക്കൽ ചെറുവള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടന്ന ആനയൂട്ട് ഭക്തി നിർഭരമായി. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് മുന്നോടിയായുള്ള പരിഹാരക്രിയകളുടെ ഭാഗമായാണ് ഗജപൂജയും ആനയൂട്ടും നടത്തിയത്. ക്ഷേത്രത്തിൽ ഫെബ്രുവരി 29, മാർച്ച് 1, 2 തീയതികളിലായി നടന്ന ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ച പരിഹാരക്രിയകളുടെ ഭാഗമായാണ് വ്യാഴാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നിറമാല പൂജ, വലിയ കാണിക്ക, ആനയൂട്ട് എന്നീ ചടങ്ങുകൾ നടന്നത്. തന്ത്രി മുഖ്യൻ വാഴപ്പള്ളി രാമനാട്ടില്ലം കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ. ബ്രഹ്മശ്രീ ജയശ്ചന്ദ്ര ഭട്ട്, രാമനാട്ടില്ലം മാധവൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. തെക്കുംകൂർ രാജവംശത്തിന്റെ പരദേവതയായിരുന്നു കോയിക്കൽ ചെറുവള്ളിക്കാവ് ഭഗവതി. മങ്കൊമ്പ്, വടയാറ്റ്, കോയിക്കൽ ക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ പുളിങ്ങുന്ന് ദേശത്തേക്ക് ജലമാർഗം എത്തിച്ചേർന്നുവെന്നാണ് ഐതിഹ്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി നടന്ന ഗജപൂജയിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി നടത്തുന്ന ആനയൂട്ടിൽ ഉരുള സമർപ്പിച്ചാൽ വിഘ്നങ്ങളൊഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാനാകുമെന്നാണ് ഭക്തജന വിശ്വാസം. അഖില കേരള ധീവരസഭ കാവാലം 65-ാം നമ്പർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വേദവ്യാസ ജയന്തി ആഘോഷിച്ചു. ഏപ്രിൽ 9, 10 തീയതികളിലായിരുന്നു പരിപാടി. വ്യാസജയന്തി മഹോത്സവം 2ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 7-ന് ഗുരുപൂജയും തുടർന്ന് പറനിറയ്ക്കൽ ചടങ്ങും നടന്നു. 8-ന് മങ്കൊമ്പ് മധുക്കുട്ടന്റെയും സംഘത്തിന്റെയും ഭാഗവത പാരായണം, നാദലയ ശ്രീചക്ര ക്ഷേത്ര കലാപീഠത്തിന്റെ സോപാന സംഗീതം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 1-ന് മഹാപ്രസാദമൂട്ട്, വൈകിട്ട് വിളക്ക് പൂജ, അർച്ചന, ദീപാരാധന, ഭക്തിഗാനസുധ എന്നിവയോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. പ്രസിഡന്റ് അനിൽ ആശാൻ ചിറ, സെക്രട്ടറി ഹരികുമാർ ഹരിമന്ദിരം എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.